നിൽക്കൂ. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ വിരലുകൾ സ്ക്രീനിലൊന്ന് നിർത്തൂ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് കാണാനായി സേവ് ചെയ്ത് വെക്കാനോ ആണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായി നിങ്ങൾ കർപ്പൂരം എന്ന് വിളിക്കുന്ന ആ ചെറിയ വെളുത്ത കഷണം അമ്പലത്തിൽ ഭഗവാന് ആരതിയൊഴിയാൻ മാത്രമുള്ളതാണെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ വിശ്വസിക്കൂ സുഹൃത്തേ, അതിന്റെ യഥാർത്ഥവും ഭയാനകവും സ്ഫോടനാത്മകവുമായ ഫലത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും അജ്ഞനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ പൂജയോ ചെറിയ പൊടിക്കൈകളോ അല്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നരും വിജയികളുമായ ആളുകൾ അവരുടെ വീടുകളിൽ ദിവസവും ചെയ്യുന്ന വളരെ പുരാതനവും രഹസ്യവുമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പക്ഷേ അവർ ഒരിക്കലും നിങ്ങളെ അത് അറിയിക്കില്ല. കർപ്പൂരം വെറുമൊരു സുഗന്ധവസ്തുവാണെന്ന് കരുതിയാണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന്റെ വളരെ വലിയൊരു ശക്തിയെ നിങ്ങൾ പാഴാക്കുകയാണ്. എന്റെ വാക്ക് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. വെറും ഒരു കർപ്പൂരവും 2 ഗ്രാമ്പൂവും. അതെ, നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. ഒരു കർപ്പൂരവും 2 ഗ്രാമ്പൂവും. ഇതൊരു തമാശയല്ല. ഇതൊരു ഊർജ്ജ ശസ്ത്രക്രിയയാണ്, ഒരു എനർജി സർജറി. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഫലം തരുന്ന ആ രീതി ഞാൻ അഗ് ഇൻസ്പയർഡിന്റെ ഈ വേദിയിൽ നിന്നും നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തു തരും. അതെ, വെറും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അടിഞ്ഞുകൂടിയ വർഷങ്ങൾ പഴക്കമുള്ള ദാരിദ്ര്യവും കടുത്ത ദൃഷ്ടിദോഷങ്ങളും നിങ്ങളുടെ പണം വരുന്ന വഴിയിലെ സാമ്പത്തിക തടസ്സങ്ങളും അവയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ ചുട്ടുചാമ്പലാക്കും. പണമുണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്നും ചോര നീരാക്കണമെന്നും ആളുകൾ പറയും. എന്നാൽ നിങ്ങളുടെ സുഹൃത്തായ ഞാൻ പറയുന്നു, വീട്ടിലെ അഴുകിയ ഊർജ്ജത്തെ മാറ്റാൻ വെറും ഈ ചെറിയ കർപ്പൂരം കത്തിയെരിയാനെടുക്കുന്ന സമയം മാത്രമേ വേണ്ടൂ എന്ന്. നിങ്ങളെ അദൃശ്യമായ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുന്ന ആ കറുത്ത നിഴലിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ ചുവരുകളെയും കാലിയായ അലമാരയെയും പിണങ്ങി നിൽക്കുന്ന ഭാഗ്യത്തെയും എന്നേക്കുമായി സ്വതന്ത്രമാക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു സഞ്ജീവനിയിൽ കുറഞ്ഞ ഒന്നുമല്ല. എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവനായും കാണണം. പാതിവെന്ത അറിവ് എപ്പോഴും വിഷത്തേക്കാൾ അപകടകരമാണ്. നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും ഒഴിവാക്കിയാൽ പണത്തെ ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും രഹസ്യവുമായ ആ ഭാഗം നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പോൾ വരൂ, ഈ ആഴത്തിലുള്ള രഹസ്യത്തിന്റെ താളുകൾ നമുക്ക് ഓരോന്നായി തുറക്കാം. ആദ്യം നിങ്ങളുടെ കണ്ണുകൾ തുറന്നുപിടിച്ച് വീടിന്റെ അന്തരീക്ഷം ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിലെ വായുവിന് എന്തോ ഒരു ഭാരമുള്ളതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒരു തരം ശ്വാസമുട്ടൽ. നിങ്ങൾ വീടിന് പുറത്തായിരിക്കുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുന്നു, ഓഫീസിലെ കാര്യങ്ങളിൽ സാധാരണ പോലെ പെരുമാറുന്നു. എന്നാൽ വീടിന്റെ പടി കടക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ദുഃഖവും അകാരണമായ ഭയാനകമായ ദേഷ്യവും നിങ്ങളുടെ ചുമലിൽ വന്നിരിക്കുന്നു. യാതൊരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകളുണ്ടാകുന്നു. എന്തിനും ഏതിനും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. സഹോദരങ്ങൾ പരസ്പരം മുഖത്തുനോക്കി സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികൾ പെട്ടെന്ന് വാശിക്കാരാകുന്നു. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും വലിയ കാര്യം പണമാണ്. പണം വരുന്നുണ്ട്. നിങ്ങൾ രാപ്പകൽ കഴുതകളെപ്പോലെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. മാസത്തിലെ 10-ാം തീയതിയോടെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്നു. ആ പണം ഏതെങ്കിലും വലിയ അസുഖത്തിനോ പെട്ടെന്ന് വണ്ടിയുടെ കേടുപാടുകൾ തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അനാവശ്യ ചിലവുകൾക്കോ ആയി പെട്ടെന്ന് തീർന്നുപോകുന്നു. ഇതൊക്കെ വെറുമൊരു യാദൃച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല സുഹൃത്തെ, ഇതൊരു യാദൃച്ഛികമല്ല. ഇതൊരു കെട്ടിക്കിടക്കുന്ന ഊർജ്ജമാണ്. അതായത് തടഞ്ഞു നിൽക്കുന്ന അഴുകിയ നെഗറ്റീവ് ഊർജ്ജം. നിങ്ങളുടെ വീടിന്റെ കോണുകളിലും ചുവരുകളിലും പഴയ ഫർണിച്ചറുകളിലും കിടക്കയിലുമെല്ലാം ഈ നെഗറ്റീവ് വൈബ്രേഷൻ മോശമായി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. വീട്ടിൽ കുറേക്കാലം വൃത്തിയാക്കാതിരുന്നാൽ മാറാല പിടിക്കുന്നതുപോലെ, കോണുകളിൽ മാലിന്യം അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നതുപോലെ ദാരിദ്ര്യത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും കറുത്ത ഊർജ്ജവും വീട്ടിൽ അടിഞ്ഞുകൂടുന്നു. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അടിച്ചുവാരാറുണ്ട്, തുടക്കാറുണ്ട്. പക്ഷേ അടിച്ചുവാരുന്നതിലൂടെ മണ്ണിലെ പൊടി മാത്രമേ പോകുന്നുള്ളൂ. ആ അഴുകിയ കറുത്ത ഊർജ്ജം പോകുന്നില്ല. ആ ഊർജ്ജം നിങ്ങളുടെ സോഫയുടെ അടിയിലും അലമാരയ്ക്ക് പിന്നിലും ഇരുണ്ട കോണുകളിലും നിശബ്ദമായി ഇരിക്കുകയും നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്കിനെ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വീടിന് പുറത്ത് എത്ര ഓടി നടന്നാലും എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ വീടിന്റെ ഫ്രീക്വൻസി നെഗറ്റീവ് ആണെങ്കിൽ ആ വീട് ഒരു കാന്തത്തിന്റെ എതിർവശം പോലെ പണത്തെ പുറന്തള്ളും, അതിനെ തള്ളി പുറത്താക്കും. നമ്മുടെ പുരാതന ശാസ്ത്രങ്ങളിൽ ലക്ഷ്മി ദേവിയെ ചഞ്ചല എന്നാണ് വിളിക്കുന്നത്. ദേവി ഒരിക്കലും ഒരിടത്ത് നിൽക്കില്ല. എന്നാൽ സുഗന്ധമുള്ളിടത്ത്, ശുദ്ധിയുള്ളിടത്ത്, വായുവിൽ ദിവ്യമായ തിളക്കവും സമാധാനവും ഉള്ളിടത്ത് ദേവി എപ്പോഴും വസിക്കും. എവിടെയാണോ കലഹങ്ങളുടെ ബഹളവും ദുർഗന്ധവും ഭാരവും ഇരുട്ടുമുള്ളത്, അവിടെ നിന്നും ലക്ഷ്മി ദേവി ഉടനടി വഴിമാറിപ്പോകും. ഇന്ന് നമുക്ക് ആ അദൃശ്യമായ ആത്മീയ മാലിന്യത്തെയാണ് വൃത്തിയാക്കേണ്ടത്. അതിനായി നമുക്ക് സാധാരണ ചൂലോ മോപ്പോ അല്ല, മറിച്ച് ഒരു നെഗറ്റീവ് എനർജി വാക്വം ക്ലീനറാണ് വേണ്ടത്.
ആ അത്ഭുതകരമായ വാക്വം ക്ലീനറാണ് കർപ്പൂരം. പക്ഷേ അല്പം നിൽക്കൂ, ഇതിനു പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കൂ. എന്തുകൊണ്ട് കർപ്പൂരം മാത്രം? നമുക്ക് സാധാരണ ചന്ദനത്തിരി കത്തിച്ചാൽ പോരെ? പലരും അറിയാതെ ഈ തെറ്റ് ചെയ്യുന്നു. ചന്ദനത്തിരി മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിന്ദുമതത്തിലും പുരാതന ശാസ്ത്രങ്ങളിലും മുള കത്തിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതും അശുഭകരമായി കണക്കാക്കപ്പെടുന്നതുമാണ്. കാരണം മുള കത്തിക്കുന്നത് വംശത്തിന്റെ ഭാഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. എന്നാൽ കർപ്പൂരം ഇത് പൂർണ്ണമായും സ്കിപ്പ് ചെയ്യുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഈ അത്ഭുത പ്രക്രിയയെ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നു. ആത്മീയ ലോകത്ത് ഇതിന്റെ അർത്ഥമെന്താണ്? ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ കഠിനവും വേദനാജനകവുമായ പോരാട്ടങ്ങളെ ഒഴിവാക്കി നേരിട്ട് വിജയത്തിന്റെയും സമൃദ്ധിയുടെയും കൊടുമുടിയിൽ എത്തുക എന്നാണ്. ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉറച്ചുപോയിരിക്കുന്നു. ഒരു ഭാരമുള്ള കല്ലുപോലെ നിങ്ങൾ ഒരിടത്ത് കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വേരുപോലെ ഉറച്ചിരിക്കുന്നു. പണം വരുന്നില്ല, പഴയ കടങ്ങൾ തീരുന്നില്ല, കരിയറിൽ പുരോഗതിയോ പ്രൊമോഷനോ ഇല്ല, ആളുകൾ നിങ്ങളെ പരിഹസിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഉറഞ്ഞ ഖരാവസ്ഥയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഒരു ഒഴുക്ക് വേണം. നിങ്ങൾക്ക് കാറ്റുപോലെ പറക്കണം. ലോകത്തിലെ എല്ലാ അവസരങ്ങളിലും എത്തിച്ചേരാൻ നിങ്ങൾക്ക് വാതകം പോലെ ഭാരമില്ലാത്തവരാകണം. കർപ്പൂരം കൃത്യമായി ഇതുതന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കർപ്പൂരം കത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങൾ നേരിട്ടും വ്യക്തവുമായ ഒരു സിഗ്നൽ നൽകുകയാണ്. അതായത്, എന്റെ സ്തംഭിച്ചതും ക്ഷീണിച്ചതും ദരിദ്രവുമായ അവസ്ഥയെ എന്നേക്കുമായി ഉപേക്ഷിച്ച് പുതിയതും ഭാരമില്ലാത്തതും സമ്പന്നവുമായ ഒരവസ്ഥയിലേക്ക് പോകാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണെന്ന്. കർപ്പൂരം കത്തുമ്പോൾ അത് വായുവിലുള്ള അപകടകരമായ ബാക്ടീരിയകളെയും രോഗങ്ങളെയും നശിപ്പിക്കുന്നു. ഈ കാര്യം ശാസ്ത്രം പോലും അവരുടെ ലാബുകളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ക്വാണ്ടം ഫിസിക്സിന്റെ തലത്തിൽ ഇത് നിങ്ങളുടെ വീട്ടിലെ വായുവിന്റെ മുഴുവൻ ഫ്രീക്വൻസിയെയും ഹാക്ക് ചെയ്യുന്നു. കർപ്പൂരത്തിന്റെ ആ മാന്ത്രിക ഗന്ധം നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. നമ്മുടെ പഴയ ഓർമ്മകളുടെയും വിഷാദത്തിന്റെയും ആഴത്തിലുള്ള ഭയത്തിന്റെയും കേന്ദ്രമായ തലച്ചോറിലെ ഭാഗമാണിത്. കർപ്പൂരത്തിന്റെ ഗന്ധം തലച്ചോറിലെത്തുമ്പോൾ തന്നെ പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലിരിക്കുന്ന ഭയത്തെയും ഉത്കണ്ഠയെയും അത് വേരോടെ പിഴുതെറിയുന്നു. ഇന്ന് നമ്മൾ അഗ്ഇൻസ്പയർഡിൽ ചെയ്യാൻ പോകുന്ന രഹസ്യകർമ്മത്തെ പുരാതന താന്ത്രിക ഗ്രന്ഥങ്ങളിലും ഊർജ്ജശാസ്ത്രത്തിലും കർപ്പൂര ക്ലെൻസിംഗ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മൾ ഈ കർപ്പൂരം ഒറ്റയ്ക്ക് കത്തിക്കില്ല. കർപ്പൂരത്തിന്റെ നിറം വെളുപ്പാണ്. ഇത് പരമമായ സമാധാനത്തിന്റെയും സാത്വികതയുടെയും ബോധത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ സുഹൃത്തേ, നിങ്ങളുടെ പണത്തെ ചിതൽ പോലെ കാർന്നുതിന്നുന്ന ഭയാനകമായ ദുർമന്ത്രവാദത്തെയോ അയൽക്കാരുടെ ദൃഷ്ടിദോഷത്തെയോ കറുത്ത ഊർജ്ജത്തെയോ ഇല്ലാതാക്കാൻ നമുക്ക് കർപ്പൂരത്തിനൊപ്പം വളരെ ആക്രമണോത്സുകനായ ഒരു പങ്കാളിയെ ആവശ്യമുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന നെഗറ്റിവിറ്റിയെ കോളറിന് പിടിച്ച് പുറത്തേക്ക് വലിച്ചിഴക്കാൻ കഴിയുന്ന നിർഭയനായ ഒരു പോരാളി. എന്നിട്ട് അതിനെ കർപ്പൂരത്തിന്റെ ഈ പുണ്യമായ അഗ്നിയിൽ ഭസ്മമാക്കണം. ആ അത്ഭുത പങ്കാളിയാണ് ഗ്രാമ്പൂ. ഒരു കർപ്പൂരവും അതിനൊപ്പം പൂവുള്ള 2 ഗ്രാമ്പൂവും. വളരെ ചെറുതെന്ന് തോന്നുന്ന ഈ കോമ്പിനേഷൻ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തിനെതിരെ ഒരു ആറ്റം ബോംബ് പോലെ പ്രവർത്തിക്കുന്നു. ജ്യോതിഷവും ഊർജ്ജശാസ്ത്രവുമനുസരിച്ച് ഗ്രാമ്പൂ ശനിയുടെയും രാഹുവിന്റെയും ഊർജ്ജത്തെ നേരിട്ട് തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. ശനിയും രാഹുവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആ നിഗൂഢ ഗ്രഹങ്ങൾ. നടക്കാൻ പോകുന്ന നിങ്ങളുടെ കാര്യങ്ങളെ അവസാന നിമിഷം അവർ തടസ്സപ്പെടുത്തുന്നു. പറയാതെ തന്നെ വലിയ ചിലവുകളും അസുഖങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മറുഭാഗത്ത് കർപ്പൂരം ശുക്രന്റെ ഊർജ്ജത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ശുക്രൻ എന്നാൽ സമ്പത്ത്, ആഡംബരം, ഐശ്വര്യം, ആഡംബരവാഹനം, വലിയ ബംഗ്ലാവ്, പരമമായ സുഖം എന്നിവയാണ്. രാഹുവിനെ വലിച്ചെടുക്കുന്ന ഗ്രാമ്പുവും ശുക്രനെ വർദ്ധിപ്പിക്കുന്ന കർപ്പൂരവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും കത്തിവെണ്ണീറാകുകയും കണക്കില്ലാത്ത സമ്പത്തിന്റെ പുതിയ വഴി ഉടൻ തന്നെ നിങ്ങൾക്കായി തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരിക്കലും പിഴക്കാത്തതും രഹസ്യവുമായ ഒരു താന്ത്രിക സന്തുലിതാവസ്ഥയാണ്. തിന്മയെ വേരോടെ ചുട്ടരിക്കുക, നന്മയെ അതിന്റെ അങ്ങേയറ്റത്തേക്ക് ഉയർത്തുക. ഇനി എന്റെ വാക്ക് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു വാക്കുപോലും നിങ്ങൾക്ക് നഷ്ടമാകരുത്. കാരണം 90% ആളുകളും ഈ പ്രതിവിധി ചെയ്യുന്നത് തികച്ചും തെറ്റായ രീതിയിലാണ്. അവർ വെറുതെ തീപ്പെട്ടി ഉരയ്ക്കുന്നു, തങ്ങളുടെ പൂജാമുറിയിൽ ഇത് കത്തിച്ച് അങ്ങനെ വിടുന്നു. പാടില്ല. നമ്മൾ ഈ മണ്ടത്തരം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ പുണ്യമായ പുകയ്ക്ക് നാം വഴി കാണിച്ചു കൊടുക്കണം. അതിനെ ഗൈഡ് ചെയ്യണം. ഈ പുക എവിടേക്കാണ് പോകേണ്ടതെന്ന് നാം അതിന് കർശനമായ നിർദ്ദേശം നൽകണം. ഈ പുകയുപയോഗിച്ച് വീടിന്റെ മുഴുവൻ സൂക്ഷ്മമായ ആത്മീയ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യണം. ആദ്യം നിങ്ങൾ ഇതിനാവശ്യമായ സാധനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കടകളിൽ നിന്ന് പെട്ടികളിൽ ലഭിക്കുന്ന ആ കർപ്പൂര ബിള്ളകൾ നിങ്ങൾ എടുക്കരുത്. അത് പലപ്പോഴും രാസവസ്തുക്കളും കൃത്രിമവുമായിരിക്കും. അതിൽ മെഴുക് കലർന്നിട്ടുണ്ടാകും.
അത് കത്തിയ ശേഷം പുറകിൽ കറുത്ത വൃത്തികെട്ട പുകയും വിഷലിപ്തമായ കാർബണും അവശേഷിപ്പിക്കും. അത് ഗുണത്തിനു പകരം നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തിന് കൂടുതൽ ദോഷം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടത് ഭീംസേനി കർപ്പൂരം മാത്രമാണ്. ഭീംസേനി കർപ്പൂരം തികച്ചും പ്രകൃതിദത്തവും ശുദ്ധവുമാണ്. ഇതൊരു ക്രിസ്റ്റൽ പോലെയാണ് കാണപ്പെടുന്നത്. ഇതിന് കൃത്യമായ ഒരു ആകൃതി ഉണ്ടാകില്ല. വലിയ കൽക്കണ്ട കഷ്ണങ്ങൾ പോലെ. ഇത് കത്തുമ്പോൾ പുറകിൽ നേരിയ ഒരു കറുത്ത പാട് പോലും അവശേഷിപ്പിക്കില്ല. രണ്ടാമത്തെ കാര്യം, പൂർണ്ണമായും കേടുപാടുകളില്ലാത്ത 2 ഗ്രാമ്പൂവാണ്. ഗ്രാമ്പൂ എവിടെയും പൊട്ടിയതോ കേടുവന്നതോ ആകാൻ പാടില്ല. അതിനു മുകളിലുള്ള ഉരുണ്ട പൂവ് പൂർണ്ണമായും കേടുകൂടാതെയിരിക്കണം. ഊർജ്ജശാസ്ത്രമനുസരിച്ച് ആ ഉരുണ്ട പൂവാണ് നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുന്ന പ്രധാന ആന്റിന. ആ ആന്റിന തന്നെ തകർന്നിരുന്നാൽ അതിന് വീട്ടിലെ അഴുകിയ ഊർജ്ജത്തെ പിടിച്ചെടുക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഒരു ചെറിയ മൺപാത്രം അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും മൺചെരാത്. അബദ്ധത്തിൽ പോലും സ്റ്റീൽ, അലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിൽ ഇത് കത്തിക്കരുത്. മണ്ണാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഭൂമി എന്ന മൂലകത്തിന്റെ നേരിട്ടുള്ള പ്രതീകമാണ്. തീ അതായത് അഗ്നിമൂലകം, മണ്ണ് അതായത് ഭൂമി മൂലകവുമായി ചേരുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജം പൂർണ്ണമായും സന്തുലിതമാകുന്നു. ഇനി ഏറ്റവും വലിയ ചോദ്യം വരുന്നു, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? പകൽ സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ കഴിയില്ല. ഈ പരിഹാരം ചെയ്യാനുള്ള ഏറ്റവും തീവ്രവും ശക്തവുമായ സമയം സന്ധ്യാകാലമാണ്. അതായത് ഗോധൂളിവേള. പകലും രാത്രിയും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ആ മാന്ത്രിക സമയമാണിത്. സൂര്യൻ പതുക്കെ അസ്തമിക്കുകയും ചെറിയ ഇരുട്ട് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. വൈകുന്നേരം രാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റിനും രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിനും ഇടയിലുള്ള ആ സുവർണ സമയം. നമ്മുടെ പുരാതന ശാസ്ത്രമനുസരിച്ച് അസുരശക്തികളും നെഗറ്റീവ് ശക്തികളും ഏറ്റവും സജീവമാകുന്ന നിഗൂഢമായ സമയമാണിത്. കൃത്യം ഇതേ സമയത്താണ് ലക്ഷ്മി ദേവിയും ഭൂമിയിൽ സഞ്ചരിക്കാനിറങ്ങുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിൽ നിങ്ങൾ ഏത് ഊർജ്ജത്തിനു വേണ്ടിയാണ് തുറന്നിട്ടിരിക്കുന്നത് എന്നത് പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തിനോ അതോ സമ്പത്തിനോ വേണ്ടി. അതിനാൽ വൈകുന്നേര സമയത്ത് നിങ്ങളുടെ വീടിന്റെ കൃത്യം നടുവിലായി പോയി നിൽക്കുക. വാസ്തുശാസ്ത്രത്തിൽ ഇതിനെ ബ്രഹ്മസ്ഥാനം എന്ന് വിളിക്കുന്നു. വീടിന്റെ നടുവിൽ സ്ഥലമില്ലെങ്കിൽ നേരെ നിങ്ങളുടെ അടുക്കളയിലേക്ക് പോകുക. കാരണം അടുക്കളയാണ് വീടിന്റെ മുഴുവൻ വയറ്, നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തിന്റെ പവർ ഹൗസ്. ആ മൺപാത്രത്തിൽ ഭീംസേനി കർപ്പൂരത്തിന്റെ ഒരു വലിയ കഷണം വയ്ക്കുക. അതിനു മുകളിലായി ആ 2 ഗ്രാമ്പൂവും വയ്ക്കുക. ഇനി ഒരു തീപ്പെട്ടി എടുക്കുക. ലൈറ്റർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം തീപ്പെട്ടിയിലെ തീ ഉണ്ടാകുന്നത് മരത്തിൽ നിന്നാണ്. അത് പ്രകൃതിദത്തമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ കർപ്പൂരം കത്തിക്കുമ്പോൾ അതിൽ നിന്ന് മനോഹരമായ ഒരു ജ്വാല ഉയർന്നു വരുമ്പോൾ ഉടൻ തന്നെ കണ്ണുകൾ അടയ്ക്കുക. ഇനി പ്രപഞ്ചത്തോട് വളരെ ആഴത്തിലുള്ളതും സത്യസന്ധവുമായ ഒരു പ്രതിജ്ഞ എടുക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സിൽ പറയുക, ഈ പുണ്യമായ അഗ്നിയിൽ ഞാൻ എന്റെ വീട്ടിലെ എല്ലാ ദാരിദ്ര്യവും, മറഞ്ഞിരിക്കുന്ന ഓരോ അസുഖങ്ങളും, എല്ലാ കലഹങ്ങളും, എന്റെ തലയിലെ ഭാരമേറിയ എല്ലാ കടങ്ങളും ഭസ്മമാക്കുന്നു. ഹേ അഗ്നിദേവ, എന്റെ ഈ വീടിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് സമ്പത്തിന്റെ വഴികൾ തുറന്നു തരണമേ. ഇനി കത്തുന്ന ആ മൺപാത്രം നിങ്ങളുടെ വലതു കൈയിൽ എടുക്കുക. ഇനി നിങ്ങളുടെ വീട് മുഴുവനും ഒന്ന് ചുറ്റണം. പക്ഷെ നിൽക്കൂ, ഏത് ദിശയിൽ? ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. ഇവിടെ യാതൊരു അബദ്ധവും കാണിക്കരുത്. നിങ്ങൾ ക്ലോക്ക് വൈസ് ദിശയിൽ വേണം കറങ്ങാൻ. അതായത് വാച്ചിലെ സൂചികൾ തിരിയുന്നത് പോലെ ഇടത്തുനിന്ന് വലത്തോട്ട്. നിങ്ങളുടെ പ്രധാന ഗേറ്റിൽ നിന്ന് തുടങ്ങി ആ ദിവ്യമായ പുക വീടിന്റെ എല്ലാ മുറികളിലും ഓരോ കോണിലും എത്തിക്കുക. പ്രത്യേകിച്ച് ഇരുട്ട് കൂടുതലുള്ള കോണുകളിൽ, നിങ്ങൾ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, ശുദ്ധവായു ഒട്ടും എത്താത്ത സ്ഥലങ്ങളിൽ. ഓർക്കുക സുഹൃത്തെ, നെഗറ്റീവ് എനർജി എപ്പോഴും ഈ കോണുകളിൽ പോയി ഒളിക്കുകയും അവിടെ വേരുറപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കത്തുന്ന ആ കർപ്പൂരം അവിടെ കൊണ്ടുപോകുമ്പോൾ ഉറഞ്ഞുപോയ ആ കറുത്ത ഊർജ്ജം പിടയുകയും ഉരുകാൻ തുടങ്ങുകയും ചെയ്യുന്നു. കുളിമുറിയുടെയും ടോയ്ലറ്റിന്റെയും വാതിലിന് പുറത്തുകൂടിയും ഇത് കൊണ്ടുപോകുക. എന്നാൽ ഓർക്കുക, ഇത് അബദ്ധത്തിൽ പോലും ടോയ്ലറ്റിനുള്ളിലേക്ക് കൊണ്ടുപോകരുത്. കാരണം അത് രാഹുവിന്റെ പ്രധാന സ്ഥാനമാണ്. അവിടുത്തെ ഊർജ്ജത്തെ നമ്മൾ അലങ്കോലപ്പെടുത്താൻ പാടില്ല. പുകയുടെ ഒരു കവചം നൽകി പുറത്തുനിന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുക മാത്രം ചെയ്യുക. വീട് മുഴുവൻ ചുറ്റുമ്പോൾ നിങ്ങൾ വെറുതെ അന്ധമായി നടക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ഇത് ആഴത്തിൽ സങ്കൽപ്പിക്കുക. ഇതൊരു സാധാരണ പുകയല്ലെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ ശക്തമായ മാന്ത്രികമായ വെളുത്ത വെളിച്ചമാണ്. നിങ്ങളുടെ ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ കറുത്ത നിഴലുകളെയും, എല്ലാ ദൃഷ്ടിദോഷങ്ങളെയും, നിങ്ങളുടെ എല്ലാ നിർഭാഗ്യങ്ങളെയും അത് കത്തിച്ച് ചാമ്പലാക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നടക്കുമ്പോൾ കർപ്പൂരത്തിന്റെ തീവ്രമായ തീയിൽ കിടക്കുന്ന ഗ്രാമ്പൂ പെട്ടെന്ന് കത്തുകയും കത്തുമ്പോൾ അതിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം വരികയും ചെയ്യും. പട 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 എന്ന ആ ശബ്ദം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. സുഹൃത്തെ, ആ പൊട്ടുന്ന ശബ്ദം വെറുമൊരു സാധാരണ ശബ്ദമല്ല. അത് നിങ്ങൾക്കുള്ള പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള സംഗീതമാണ്.
നിങ്ങളുടെ വീട്ടിലെ ദൃഷ്ടിദോഷം തകരുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ശബ്ദം. നിങ്ങളുടെ പണത്തിന്റെ വഴിയിലുള്ള തടസ്സങ്ങൾ ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയാണ്. എത്ര ഉച്ചത്തിലാണ് ഗ്രാമ്പൂ പൊട്ടുന്നത്, അത്രയും ഭയാനകവും കനത്തതുമായ ഒരു കണ്ണേറ് നിങ്ങളുടെ വീടിനും നിങ്ങളുടെ പുരോഗതിക്കുമേൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ എന്നേക്കുമായി അവസാനിക്കുകയാണ്. നിങ്ങൾ വീട് മുഴുവൻ ചുറ്റി എല്ലാ മുറികളിലൂടെയും കടന്നുപോയ ശേഷം വീണ്ടും നിങ്ങളുടെ അതേ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് വരിക. ഇനി ആ കത്തുന്ന പാത്രം നിങ്ങളുടെ വീടിന്റെ വാതിലിന് തൊട്ടുപുറത്ത് വയ്ക്കുക. നിങ്ങളൊരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ വാതിലിന് പുറത്ത് പടികൾക്കരികിലോ വയ്ക്കുക. നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുള്ള വീടാണെങ്കിൽ അത് അതിർത്തി ഗേറ്റിന് പുറത്ത് വയ്ക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് പുറത്തു വെക്കേണ്ടത്? അകത്ത് വെച്ചുകൂടെ? കാരണം സുഹൃത്തെ, വീടിന്റെ മുഴുവൻ അദൃശ്യമായ അഴുക്കും ആ പുകയിൽ നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. വീടിന്റെ മുഴുവൻ ആത്മീയ മാലിന്യങ്ങളും നിങ്ങൾ അടിച്ചുവാരി. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഭയാനകമായ മാലിന്യങ്ങൾ വീടിന് പുറത്തേക്ക് വലിച്ചെറിയേണ്ടതുണ്ട്. പല നിഷ്കളങ്കരായ ആളുകളും ഇത് കത്തിച്ച് സ്വന്തം ഡ്രോയിംഗ് റൂമിലോ പൂജാമുറിയിലോ കത്താൻ അനുവദിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ചിന്തിച്ചു നോക്കൂ, വീട്ടിലെ ചപ്പുചവറുകൾ മുഴുവൻ ശേഖരിച്ച് സ്വന്തം കിടപ്പുമുറിയിൽ വെച്ചാൽ ദുർഗന്ധം അവിടെ തന്നെ നിൽക്കില്ലേ? നിങ്ങൾക്കത് വീടിന് പുറത്ത് കളയണം. ഒരു കാരണവശാലും അത് അകത്ത് വെച്ച് അണയാൻ അനുവദിക്കരുത്. പുറത്തെ തുറന്ന കാറ്റിൽ കത്തി അത് സ്വയം അണയാൻ അനുവദിക്കുക. കുറച്ചുനേരം കഴിഞ്ഞ് ആ ഗ്രാമ്പൂവും കർപ്പൂരവും പൂർണ്ണമായും കത്തിത്തീരുകയും പാത്രത്തിൽ കുറച്ച് കറുത്ത ചാരം മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഊർജം മാറിമറിഞ്ഞു. ആ ബാക്കി വന്ന ചാരം വെറുമൊരു സാധാരണ ചാരമല്ല. അത് നിങ്ങളുടെ വീട്ടിലെ കത്തിച്ചാമ്പലായ ഭയാനകമായ ദാരിദ്ര്യത്തിന്റെ ചാരമാണ്. അത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കടങ്ങളുടെയും കണ്ണീരിന്റെയും ശവശരീരമാണ്. പിറ്റേന്ന് രാവിലെ ആ ചാരമെടുത്ത് കാറ്റിൽ പറത്തുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയുകയോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള ഏതെങ്കിലും കാട്ടുമരത്തിന്റെയോ ചെടിയുടെയോ വേരിലിടുക. അബദ്ധത്തിൽ പോലും അത് പുണ്യമായ തുളസിച്ചെടിയിൽ ഇടരുത്. വീട്ടിലെ ഡസ്റ്റ്ബിന്നിലും ഇത് വലിച്ചെറിയരുത്. നിങ്ങളുടെ വീടിന്റെ അതിർത്തിയിൽ നിന്ന് അതിനെ എന്നേക്കുമായി അകറ്റുക. വെറും 4 മണിക്കൂർ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടാകും. 4 മണിക്കൂറിനുള്ളിൽ ദാരിദ്ര്യം അവസാനിക്കുമെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നോക്കൂ, അടച്ചിട്ട ഏതൊരു സ്ഥലത്തെയും വായുവിനും ഊർജ്ജ തന്മാത്രകൾക്കും പൂർണ്ണമായും സെറ്റിലാകാൻ ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കുമെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. അഗ്നിൻസ്പേർഡ് പറഞ്ഞ ഈ വലിയ പരിഹാരം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുഴുവൻ അന്തരീക്ഷത്തിലും നിങ്ങളൊരു അദൃശ്യ ഭൂകമ്പം കൊണ്ടുവരുന്നു. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്ഭുതകരമാംവിധം ഗുണം ചെയ്യുന്ന കോടിക്കണക്കിന് നെഗറ്റീവ് അയോണുകൾ വായുവിൽ നിറയുന്നു. വാതിലിനു പുറത്ത് ആ കർപ്പൂരം കെട്ടുകഴിയുമ്പോൾ അടുത്ത 4 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ വീടിന്റെ ആ ജീവനില്ലാത്ത ചുവരുകൾ ഈ പുതിയതും പവിത്രവും ശക്തവുമായ ഊർജ്ജത്തെ ആഴത്തിൽ വലിച്ചെടുക്കും. നിങ്ങളുടെ വീട്ടിലെ വായു പൂർണ്ണമായും മാറിയതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ശ്വാസമെടുക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമായി തോന്നും. നിങ്ങളുടെ നെഞ്ചിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ ഭാരം എങ്ങോട്ടോ അപ്രത്യക്ഷമാകും. വീട്ടിൽ ചെറിയ കുട്ടികൾ അകാരണമായി അസ്വസ്ഥരാകുകയോ കരയുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവർ പെട്ടെന്ന് ശാന്തരായി കളിക്കാൻ തുടങ്ങും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ നടന്നിരുന്നുവെങ്കിൽ ഇരുവരുടെയും ദേഷ്യം പെട്ടെന്ന് ശമിക്കുകയും വീടിന്റെ അന്തരീക്ഷം വളരെ ശാന്തമാവുകയും ചെയ്യും. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമാണ്. അപ്പോൾ പണത്തിന്റെ കാര്യമോ? സുഹൃത്തെ, പണം വെറുമൊരു കടലാസ് കഷണമല്ല. പണം എന്നത് വെറുമൊരു ഊർജ്ജമാണ്. പണം ഒരു തടസ്സവുമില്ലാത്ത ഒഴുക്കാണ്. നിങ്ങളുടെ വീടിന്റെ അടഞ്ഞുപോയ ഊർജ്ജചാലുകൾ നിങ്ങൾ വൃത്തിയാക്കിയപ്പോൾ, ഗ്രാമ്പൂവിന്റെയും കർപ്പൂരത്തിന്റെയും അഗ്നി കൊണ്ട് നിങ്ങൾ ആ ബ്ലോക്കുകളെല്ലാം കത്തിച്ചു കളഞ്ഞപ്പോൾ, അതുവരെ നിങ്ങളുടെ വീടിന് പുറത്ത് വാതിൽക്കൽ അകത്തേക്ക് വരാൻ കാത്തുനിന്ന പണം ഇപ്പോൾ നേരെ അകത്തേക്ക് വരാനുള്ള വഴി കണ്ടെത്തും. ഈ പരിഹാരം ചെയ്തതിനു ശേഷമുള്ള അടുത്ത 4 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുകയും നിങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷവാർത്ത ലഭിക്കുകയും ചെയ്തേക്കാം. വളരെ കാലമായി കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും കാര്യം പെട്ടെന്ന് നടന്നേക്കാം. നിങ്ങൾ പ്രതീക്ഷ കൈവിട്ട കുടുങ്ങിക്കിടക്കുന്ന പണം പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ വലിയൊരു കസ്റ്റമറെ ലഭിച്ചേക്കാം. അതെ, നിങ്ങളുടെ വീടിന്റെ വഴി ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നു എന്ന പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള സൂചനയായിരിക്കും അത്. എല്ലാ ദിവസവും വൈകുന്നേരം ഗോധൂളിവേളയിൽ തുടർച്ചയായി 7 ദിവസം ഈ പരിഹാരം ചെയ്യുക. ലോകത്തിലെ ഒരു വലിയ പൂജാരിക്കോ താന്ത്രികനോ ചെയ്യാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള ശുചീകരണമാണ് ഇത് നിങ്ങളുടെ വീടിന് മുഴുവനായി നൽകുന്നത്. കാര്യങ്ങൾ സാധാരണ നിലയിലാകുമ്പോൾ എല്ലാ അമാവാസിക്കും എല്ലാ പൗർണമിക്കും ഇത് ചെയ്യുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റമില്ലാത്ത ഒരു നിയമമാക്കുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കർപ്പൂരം കയ്യിലെടുത്ത് ഈ പ്രതിവിധി ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ആരും നിങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇടയ്ക്ക് വീട്ടിലെ ഒരംഗവും ചോദിക്കരുത്, എടോ ഇതെന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഈ പുകയുണ്ടാക്കുന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്?
ഈ തടസ്സപ്പെടുത്തൽ കർപ്പൂരത്തിന്റെ ആ തീവ്രമായ ഊർജ്ജത്തെ അവിടെ വെച്ച് തന്നെ മുറിച്ചുകളയും. അതിനാൽ പ്രതിവിധി തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഇടയ്ക്ക് ആരും നിങ്ങളെ തടസ്സപ്പെടുത്തരുതെന്ന് വീട്ടുകാരോട് മുഴുവൻ സ്നേഹത്തോടെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തുനിന്നുള്ളവർക്കോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഇതിനെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നമ്മൾ ആർക്കാണോ പറഞ്ഞുകൊടുക്കുന്നത് അവരുടേതാണ് എപ്പോഴും ദൃഷ്ടിദോഷമായി മാറുന്നത്. നിങ്ങളുടെ അലമാര പോലെ ഇതിനെ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന പ്രതിവിധികളെയും കുറിച്ച് ഒരിക്കലും വിളിച്ചു പറയരുത്. ഇനി അഗ് ഇൻസ്പയർഡിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ബോണസ് രഹസ്യം. ആർക്കും അധികം അറിയാത്ത ഒരു രഹസ്യ താന്ത്രിക രഹസ്യം. നിങ്ങൾ കർപ്പൂരവും ഗ്രാമ്പൂവും കത്തിക്കുമ്പോൾ അതിൽ ഉണങ്ങിയ ഒരു വയണയില കൂടി ഇട്ടാൽ പണത്തെ ആകർഷിക്കാൻ ഈ പ്രതിവിധി 100 മടങ്ങ് കൂടുതൽ ശക്തമാകും. ആഗ്രഹങ്ങളെ ഉടനടി നിറവേറ്റുന്നതിനുള്ള പുരാതനമായ ഒരു കാന്തമാണ് ഈ വയണയില. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കർപ്പൂരം നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കുന്നു. ഗ്രാമ്പൂ നിങ്ങളുടെ എല്ലാ ദൃഷ്ടിദോഷങ്ങളെയും ശത്രുക്കളെയും ഇല്ലാതാക്കുന്നു. കൂടെ വയണയില നിങ്ങളുടെ പണത്തോടുള്ള ആഗ്രഹത്തെ നേരിട്ട് പ്രപഞ്ചത്തിൽ എത്തിക്കുന്നു. ഇത് മൂന്നും ചേർന്ന് ഒരു അജയ്യ ശക്തിയായി മാറുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീട് വെറും ഇഷ്ടികയും കല്ലും കൊണ്ടുള്ളതല്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അമ്പലം. മനസ്സമാധാനം തേടി ലോകമെമ്പാടുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലും പോയി നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ 24 മണിക്കൂറും താമസിക്കുന്ന വീട്, നമ്മൾ രാത്രി ഉറങ്ങുന്ന സ്ഥലം, നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ആ വീടിന്റെ ഊർജ്ജം തന്നെ മലിനവും അഴുകിയതുമാണെങ്കിൽ ലോകത്തെ ഏത് ദൈവത്തിന് അവിടെ വന്ന് നമുക്ക് നല്ലത് ചെയ്യാൻ കഴിയും? അടുക്കള എവിടെയായിരിക്കണം എന്ന് മാത്രമല്ല വാസ്തു പറയുന്നത്. വാസ്തു പ്രധാനമായും ഒരു വൈബ്രേഷനാണ്. നിങ്ങൾ തന്നെ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. ചിലരുടെ വീട്ടിൽ കയറുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനം ലഭിക്കാറുണ്ട്. അവിടെ സോഫയിലിരുന്നാൽ ക്ഷീണമെല്ലാം മാറിയതുപോലെ തോന്നും. അവിടെ നിന്ന് തിരികെ പോരാൻ പോലും തോന്നില്ല. എന്നാൽ മറ്റു ചിലരുടെ വീട്ടിൽ പടികടക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥതയും ശ്വാസമുട്ടലും തോന്നും. എപ്പോഴാണ് ഇവിടെ നിന്ന് ഓടിപ്പോകുക എന്ന് മാത്രമേ ചിന്തിക്കൂ. ആ വീടുകളിലും നിങ്ങളുടെ വീട്ടിലുമുള്ള ഒരേയൊരു വ്യത്യാസം ഈ വൈബ്രേഷനാണ്. സമ്പന്നരായ ആളുകൾ, വളരെ വിജയങ്ങൾ നേടിയവർ, അതറിയാതെയാണെങ്കിൽ കൂടി അവരുടെ വീടുകൾ എപ്പോഴും ഒരു പ്രത്യേക സുഗന്ധവും വൃത്തിയും നിറഞ്ഞതായിരിക്കും. അവരെപ്പോഴും ഒരു ഹൈ വൈബ്രേഷനിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദരിദ്രനും പ്രശ്നങ്ങൾ നിറഞ്ഞവനുമായ ഒരു വ്യക്തിയുടെ വീട്ടിൽ എപ്പോഴും ഈർപ്പത്തിന്റെ ദുർഗന്ധവും കോണുകളിൽ ഇരുട്ടും അനാവശ്യ മാലിന്യങ്ങളും ഉണ്ടായിരിക്കും. ഇതെല്ലാം അവരുടെ ദാരിദ്ര്യത്തിന്റെ ലക്ഷണം മാത്രമല്ല സുഹൃത്തെ, ഇതാണ് അവരുടെ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ കാരണവും. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാനും ആകാശത്തിന്റെ നിറം മാറാനും തുടങ്ങുമ്പോൾ കടയിൽ നിന്ന് 5 രൂപയുടെ ആ ശുദ്ധമായ കർപ്പൂരം കൊണ്ടുവരിക. എന്നിട്ട് ഈ പ്രതിവിധി ഒന്ന് ചെയ്തു നോക്കുക. ഈ 5 രൂപയുടെ കർപ്പൂരത്തിനും 2 ഗ്രാമ്പൂവിനും നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തടയാൻ കഴിയും. നിങ്ങളുടെ മുങ്ങിപ്പോകുന്ന ഭാഗ്യത്തിന് ഒരു കച്ചിത്തുരുമ്പാകാൻ ഇതിന് കഴിയും. ഇത് വെറുമൊരു യൂട്യൂബ് പൊടിക്കൈയല്ല. വർഷങ്ങളായി ഹാങ്ങായി കിടക്കുന്ന നിങ്ങളുടെ വീടിനെ റീബൂട്ട് ചെയ്യാനുള്ള ബട്ടണാണിത്. നിങ്ങളുടെ വീടിന്റെ പഴകിയതും അഴുകിയതുമായ കഥ എന്നേക്കുമായി മാറ്റാൻ ഇന്ന് നിങ്ങൾ ശരിക്കും തയ്യാറാണോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഭാരത്തോടും വേദനയോടും എന്നേക്കുമായി വിട പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പൂർണ്ണ വിശ്വാസത്തോടെ ഈ പരീക്ഷണം തീർച്ചയായും ചെയ്തു നോക്കുക. ഓർക്കുക, ഈ കർപ്പൂരത്തിന്റെ അത്ഭുതത്തെ ഉണർത്തുന്ന യഥാർത്ഥ തീപ്പെട്ടി വിശ്വാസം തന്നെയാണ്. മനസ്സിൽ സംശയത്തോടെയോ വെറുതെ ഒരു രസത്തിനോ ആണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് വെറുമൊരു സാധാരണ പുകയായി കാറ്റിൽ പറന്നുപോകും. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെയും ശക്തമായ ആഗ്രഹത്തോടെയുമാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇത് മാറും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ലോക്ക് ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു. അഗ് ഇൻസ്പയർഡിന്റെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളും ഞാനും വളരെ ശക്തമായ ഒരു ഊർജ്ജബന്ധത്താൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഊർജ്ജത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഇപ്പോൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക. നിങ്ങളുടെ അലസത മാറ്റിവെക്കുക. ഇപ്പോൾ തന്നെ താഴെയുള്ള കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യുക. നെഗറ്റിവിറ്റി അവസാനിക്കുന്നു, സമൃദ്ധി തുടങ്ങുന്നു. ഇതൊരു സാധാരണ കമന്റല്ല. പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന നേരിട്ടുള്ള സിഗ്നലാണിത്. അതെ, എന്റെയും എന്റെ വീടിന്റെയും ഊർജ്ജം ശുദ്ധീകരിക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണ് എന്ന നിങ്ങളുടെ തീരുമാനമാണിത്. സ്വന്തം കൈകൊണ്ട് നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വെച്ച് ഈ പ്രക്രിയ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. അതിനാൽ ഒട്ടും ലജ്ജിക്കരുത്. ലോകം എന്തു വിചാരിക്കും? അത് ചിന്തിക്കുന്നത് നിർത്തുക. ഇപ്പോൾ തന്നെ എഴുതുക. നിർത്തിവച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ ശക്തിയായി തള്ളിത്തുറക്കുക. പോകൂ, ഇപ്പോൾ തന്നെ എഴുന്നേൽക്കൂ. നിങ്ങൾക്കായി ശുദ്ധമായ കർപ്പൂരം കണ്ടെത്തുക. പൊട്ടാത്ത ഗ്രാമ്പൂ കണ്ടെത്തുക. എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഗോധൂളി വേളയിൽ നിങ്ങളുടെ ആ രോഗിയായ വീടിനെ വീണ്ടും സ്വർഗമാക്കുക. കാരണം സുഹൃത്തെ, ഓർക്കുക,
സുവർണശോഭയുള്ളതും സമൃദ്ധവും അതിരറ്റ സന്തോഷവുമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ അർഹനാണ്. ഈ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഒരിക്കലും നിങ്ങളുടെ വിധിയല്ല. അത് നിങ്ങളുടെ വീട്ടിൽ അടിഞ്ഞുകൂടിയ വെറുമൊരു പൊടി മാത്രമാണ്. ഇന്ന് നിങ്ങളുടെ സ്വന്തം അഗ്നി കൊണ്ട് ആ പൊടി മാഞ്ഞു പോകാൻ പോവുകയാണ്. നിങ്ങളുടെ വിജയം ഉറപ്പാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. തഥാസ്തു. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ഊർജ്ജത്തെ ഒരൽപ്പമെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ അഗ് ഇൻസ്പയർഡ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇവിടെ ഞാൻ വെറുതെ മധുരമുള്ള വാക്കുകൾ സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിത പോരാട്ടത്തിൽ എന്ത് വില കൊടുത്തും വിജയം നേടിത്തരുന്ന ആയുധങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നതിനർത്ഥം നിങ്ങൾ സാധാരണക്കാരുടെ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ്. നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ യാത്രയിൽ പങ്കുചേരുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്ന് ഈ ഊർജ്ജം ഏറ്റവും ആവശ്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തുമായോ ബന്ധുവുമായോ ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക. പുതിയതും ആഴത്തിലുള്ളതുമായ ഒരു രഹസ്യവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം. അതുവരെ നിങ്ങളുടെ വീടിനെ സുഗന്ധപൂരിതമാക്കുക. നന്ദി.